भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാന്റെ പാദങ്ങളിൽ നാം നടത്തുന്ന അക്ഷരപൂജ, ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 648 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 63 അധ്യായത്തിൽ 15 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഹരിഹര സംഗ്രാമത്തെക്കുറിച്ച്, ബാണയുദ്ധം, ആ യുദ്ധത്തിൽ ശ്രീകൃഷ്ണനും മഹാദേവനും തമ്മിലുണ്ടായ യുദ്ധം, ആ യുദ്ധത്തിനിടയിൽ ജൃംഭണാസ്ത്രം കൊണ്ട് ഗിരിശം ജൃംഭിതം, ശിവനെ മോഹിപ്പിച്ചിട്ട് ആ ജൃംഭിതനാകുന്ന തരത്തിൽ മോഹിപ്പിച്ച് അസിഗതേഷുഭി, വാള് ഗദ ബാണം എന്നിവ കൊണ്ട് ബാണന്റെ സേനയെ ഭഗവാൻ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. സ്കന്ദ പ്രദ്യുമ്ന ബാണൗഘേരർദ്യമാനസമന്തത അസിത് വിമുഞ്ചൻ ഗാത്രേഭ്യ ശിഖിനാപാക്രമദ്രണാൽ എന്ന്. പ്രദ്യുമ്ന ബാണൗഘെ, പ്രദ്യുമ്നന്റെ ബാണങ്ങൾ കൊണ്ട്, സമന്തത, 4 ഭാഗത്തും, അർദ്യമാന, പീഡിക്കപ്പെടുന്ന, സ്കന്ദ, സുബ്രഹ്മണ്യൻ, ഗാത്രേഭ്യ അസൃക് വിമുഞ്ചൻ, അവയവങ്ങളിൽ നിന്ന് രക്തമൊലിപ്പിച്ച്, രണാത് ശിഖിന അപാക്രമൽ, ആ മയിലിനോടുകൂടി അവിടുന്ന് ഇതാ പുറത്തേക്ക് ഓടിപ്പോയി. പ്രദ്യുമ്നനും ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നനും മഹാദേവപുത്രനായ സുബ്രഹ്മണ്യനും തമ്മിലാണ് യുദ്ധം ഉണ്ടായത്. അതിൽ ദേവസേനാനിയാണ്, പക്ഷേ ശ്രീകൃഷ്ണപുത്രനായിരിക്കുന്ന പ്രദ്യുമ്നന്റെ അസ്ത്രങ്ങളേറ്റ് അവിടുന്ന് യുദ്ധത്തിൽ നിന്ന് മയിലിൻ്റെ പുറത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു. കുംഭാണ്ഡ കൂപകർണശ്ചാപേതതുർമുസലാർദ്ദിതൗ ദുദ്രുവുസ്തദനീകാനി ഹതനാഥാനി സർവത. കുംഭാണ്ഡ കൂപകർണാച്ച, കുംഭാണ്ഡൻ കൂപകർണൻ, മുസലാർദ്ദിതൗ, മുസലം കൊണ്ട് പീഡിതരായി, പേതതു, താഴേക്ക് വീണു, ഹതനാഥാനി, ഹനിക്കപ്പെട്ട നാഥനോടുകൂടി, അവര് തദനീകാനി, അവരുടെ സൈന്യങ്ങൾ സർവതാ ദുദ്രു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആരാണ് മുസലം ഉപയോഗിക്കുക? സാക്ഷാൽ ബലരാമസ്വാമി. ബലരാമനോടുകൂടി യുദ്ധം ചെയ്തു കുംഭാണ്ഡൻ കൂപകർണൻ. മുസലം കൊണ്ടുള്ള അടിയേറ്റ് അവർ താഴെ വീണു. അവരുടെ സൈന്യങ്ങളും ഓടിപ്പോയി. കാരണം
അവരുടെ സ്വാമിമാര്, അവരുടെ നേതാക്കന്മാർ താഴെ വീണപ്പോൾ എതിർത്ത് യുദ്ധം ചെയ്യാൻ പറ്റാതെ ആ സൈന്യത്തിലുള്ളവരും ഓടിപ്പോയി. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമർഷണ കൃഷ്ണമഭ്യദ്രവൽ സംഖ്യേ രഥീഹിത്വൈവ സാത്യകിം. വിശീര്യമാണം സ്വബലം, നശിക്കപ്പെടുന്നു, തൻ്റെ സൈന്യം തകർക്കപ്പെടുന്നു എന്ന് കണ്ടിട്ട് ദൃഷ്ട്വ അത്യമർഷണ, ഏറ്റവും വലിയ ക്രോധമുണ്ടായ ബാണൻ സാത്യകിം ഹിത്വ, സാത്യകിയുമായിട്ടാണ് യുദ്ധം ചെയ്തത്, സാത്യകിയെ ഉപേക്ഷിച്ചിട്ട് രഥി സംഖ്യേ, ആ തേരിലിരുന്ന് യുദ്ധത്തിൽ കൃഷ്ണം അഭ്യദ്രവൽ, കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ശ്രീകൃഷ്ണന്റെ ബാണവർഷം കൊണ്ട് നശിച്ചു പോണു സൈന്യം മുഴുവൻ. സൈന്യത്തെ രക്ഷിക്കാൻ താൻ തന്നെ പോണം. സാത്യകിയെ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണനുമായി യുദ്ധത്തിനായിട്ട് രഥം തെളിച്ചു. ധനുംഷ്യാകൃഷ്യയുഗപൽ ബാണ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൗ ദ്വൗ ദ്വൗ സന്തധേ രണദുർമദ. രണദുർമദ ബാണഹ, യുദ്ധത്തിൽ ഗർവിഷ്ഠനായ അഹങ്കാരിയായ ബാണൻ പഞ്ചശതാനി 500 ധനുംഷി വില്ലുകളെ യുഗബൽ ഒരേ സമയത്ത് വലിച്ച് ഏകൈകസ്മിൻ ഓരോന്നിൽ ദൗ ദൗ ശരെ 2 ശരങ്ങളെ സന്തധേ തൊടുത്തു. അപ്പോൾ ഭഗവാന് നേരെ 1000 ശരങ്ങൾ ഒരുമിച്ച് വന്നു എന്നാണ്. 1000 കൈകളുണ്ട്. ബാണൻ തൻ്റെ 500 കൈയിലെ വില്ല് പിടിച്ച് മറ്റേ 500 കൈകളിൽ 2 ശരങ്ങൾ ആ വില്ലിലേക്ക് ചേർത്ത് വെച്ച് ഭഗവാന് നേരെ അതിഗംഭീരമായിട്ട് തൊടുത്തു വിട്ടു. താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗബദ്ധരി സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഖമപൂരയൽ. ഇവിടെ ഭഗവാൻ ഷഡ്ഗുണപരിപൂർണനായിരിക്കുന്ന ഭഗവാൻ, ജ്ഞാനം വിജ്ഞാനം തേജസ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഭഗവാൻ ശ്രീഹരി താനി ധനുംഷി, തൻ്റെ ആ വില്ലുകളെ യുഗപത് ഒരേ സമയം ഛേദിച്ചു. 500 വില്ലുകളെയും ഭഗവാൻ തകർത്തെറിഞ്ഞു. സാരഥിം രഥം അശ്വാൻച, തേരാളിയെയും തേരിനെയും കുതിരകളെയും കൊന്നിട്ട് ശംഖം അപൂരയൽ, വിജയത്തിൻ്റെ പ്രതീകമായിട്ട് തൻ്റെ പാഞ്ചജന്യത്തെ ഭഗവാൻ ദാ വിളിച്ചു എന്ന് പറയുന്നു. ഈ സമയത്താണ് തന്മാതാ കോടരാനാമ നഗ്ന മുക്തശിരോരുഹ പുരോവതസ്ഥേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയ. കോടരാനാമ തന്മാത, ബാണന്റെ അമ്മയുടെ പേര് കോടര. ആ കോടര എന്നു പേരുള്ള ബാണന്റെ അമ്മ നഗ്ന, വസ്ത്രം ഇല്ലാതെ നഗ്നയായി, മുക്തശിരോരുഹ, തലമുടി അഴിച്ചിട്ടിട്ട്, പുത്രപ്രാണരിരക്ഷയ, തൻ്റെ മകൻ്റെ പ്രാണൻ ജീവൻ രക്ഷിക്കാനായിട്ട് കൃഷ്ണസ്യ പുര അവതസ്ഥെ, ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്നു നിന്നു. ബാണന്റെ അമ്മ കോടര തൻ്റെ പുത്രനെ ശ്രീകൃഷ്ണൻ ഇപ്പം നിഗ്രഹിക്കും എന്ന് വിചാരിച്ച് പേടിച്ച് തലമുടി അഴിച്ച് വസ്ത്രങ്ങളൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അലമുറയിട്ടും കൊണ്ട് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്നു നിന്നു. തതസ്ഥിര്യങ് മുഖോ നഗ്നാമനിരീക്ഷക ഗദാഗ്രജ അനിരീക്ഷൻ ഗദാഗ്രജ തഥാ ഗദാഗ്രജ. അപ്പോൾ ശ്രീകൃഷ്ണൻ നഗ്നാം അനിരീക്ഷൻ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നഗ്നയായ വസ്ത്രമില്ലാത്ത കോടരയെ കണ്ടിട്ട് അത് ആ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഭഗവാൻ മുഖം തിരിച്ചു എന്നാ. അനിരീക്ഷകൻ, നിരീക്ഷിക്കാതെ, ഒരു സ്ത്രീ നഗ്നയായിട്ട് വരുമ്പോൾ കാണരുത് എന്ന് വിചാരിച്ച് തിര്യങ് മുഖം തിരിച്ച് അവിടെ മാറി നിന്നു. താവൽ, ആ സമയത്ത് ഛിന്നധന്വ വിരഥ ബാണഹ ച, ഛേദിക്കപ്പെട്ട വില്ലുകളും അതേപോലെ തകർക്കപ്പെട്ട രഥവുമായിരിക്കുന്ന ബാണൻ പുരം അവിശൽ, തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്നു. വിദ്രാവിതേ ഭൂതഗണേ ജ്വരസ്തു ത്രിശിരാസ്ത്രിപാൽ അഭ്യധാവത ദാശാർഹം ദഹന്യവ ദിശോ ദശ. ഭൂതഗണേ വിദ്രാവിതേ, ഭൂതസമൂഹം ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൽ ത്രിശിര, 3 ശിരസ്സോടു കൂടിയ, ത്രിപാദ് 3 പാദങ്ങളോടും കൂടിയ ജ്വരം ദശദിശ 10 ദിക്കുകളെ ദഹൻ ഇവ ദഹിപ്പിക്കാൻ എന്ന പാകത്തിൽ ദാശാർഹം അഭ്യധാവത, ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. ശിവഭൂതഗണങ്ങളെ
സാക്ഷാൽ ശ്രീഹരി ശ്രീകൃഷ്ണനെ ഓടിച്ചപ്പോൾ ശിവൻ സംഹാരസ്വരൂപമായിരിക്കുന്ന തൻ്റെ ജ്വരത്തെ സൃഷ്ടിച്ചയച്ചു എന്നാണ്. 3 ശിരസ് 3 പാദം 10 ദിക്കുകളും ദഹിപ്പിക്കുന്ന തരത്തിൽ ചൂടോടുകൂടി ആ ജ്വരം ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് യുദ്ധത്തിന് വന്നു. അഥാ നാരായണോ ദേവസ്തം ദൃഷ്ട്വാ വിസൃജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ച യുയുധാതേ ജ്വരാവുഭൗ. 2 ജ്വരങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തു. എങ്ങനെ? ദേവഹ നാരായണ, ദേവനായ നാരായണൻ തം ആ ശിവജ്വരത്തെ കണ്ടിട്ട്, അസുരനെ കണ്ടിട്ട് തൻ്റെ ജ്വരത്തെ വിസർജിച്ചു എന്നാണ്. മാഹേശ്വര, മഹേശ്വരനെ സംബന്ധിച്ചതും വൈഷ്ണവാച, വിഷ്ണുവിനെ സംബന്ധിച്ചതുമായിട്ടുള്ള ഉഭൗജ്വരവും 2 ജ്വരങ്ങളും അവിടെ യുദ്ധം ചെയ്തു. അഗ്നിരൂപമായ ശിവജ്വരം വരണ കണ്ടപ്പോൾ ഭഗവാൻ ശീതസ്വരൂപമായ തൻ്റെ ജ്വരത്തെ പുറപ്പെടുവിച്ചു. അഗ്നി ജ്വലിക്കുമ്പോൾ അതിനെ തകർക്കുന്ന തരത്തിൽ ഭഗവാന്റെ തണുത്ത ജ്വരം അങ്ങട്. മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിത അലധ്വാഭയമന്യത്ര ഭീതോ മാഹേശ്വരോ ജ്വര ശരണാർത്ഥി ഹൃഷീകേശം തുഷ്ടാവ പ്രയതാഞ്ജലി. വൈഷ്ണവേന ബലാർദിത, വിഷ്ണുജ്വരത്താൽ ബലം കൊണ്ട് പീഡിതനായ മഹേശ്വരജ്വരം, ശിവജ്വരം, അന്യത്ര അഭയം അലബ്ധ്വ, വേറൊരു സ്ഥലത്തും രക്ഷയില്ലാതെ, ഭീത പേടിച്ച്, ശരണാർത്ഥി ശരണമാഗ്രഹിച്ചും കൊണ്ട്, പ്രയതാഞ്ജലി കൈകൾ കൂപ്പി, മാഹേശ്വര ജ്വര ശിവജ്വരം, സമാക്രന്ദൻ ഉറക്കെ കരഞ്ഞും കൊണ്ട്, ഋഷികേശം തുഷ്ടാവ സാക്ഷാൽ ഭഗവാനെ, സർവേന്ദ്രിയങ്ങളുടെയും നിയന്താവ്, അതാണ് ഋഷികേശൻ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ ജ്വരത്തിൻ്റെ സ്തുതി വളരെ വിശേഷമായിട്ടുള്ളതാണ്. അവിടെ ജ്വരം സ്തുതിക്കുന്നു. നമാമിത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വൽപത്തിസ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മലിംഗം പ്രശാന്തം ജ്ഞപ്തിമാത്രം. ചൈതന്യഘനമായിരിക്കുന്ന കേവലം ശുദ്ധമായ സർവാത്മാനം എല്ലാവരിലും ആത്മാവായിരിക്കുന്ന പരേശം പരന്മാരുടെയും ഈശ്വരനായ വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിന് കാരണമായ ബ്രഹ്മലിംഗം വേദാന്തത്തിൽ സൂചിപ്പിക്കുന്ന പ്രശാന്തം വികാരമില്ലാതെ ഇരിക്കുന്ന യത് ബ്രഹ്മ ഏതൊരു ബ്രഹ്മമാണോ അനന്തശക്തിം അപരിച്ഛിന്നമായിരിക്കുന്ന അനന്തമായ ശക്തിയോടുകൂടിയ തത് ആ ബ്രഹ്മരൂപമായിരിക്കുന്ന അങ്ങയെ നമാമി ഞാനിതാ നമസ്കരിക്കണു എന്നാണ്. എല്ലാവരെയും ദഹിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്ന അഹങ്കാരത്തോടു കൂടിയാണ് ശിവജ്വരം വന്നതെങ്കിൽ ആ വൈഷ്ണവജ്വരം എത്തിയതോടുകൂടി ശിവജ്വരത്തിൻ്റെ ശക്തി ഇല്ലാതെയായി. അങ്ങനെ ഇത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്നറിഞ്ഞ് സ്തുതിക്കുകയാണ്. അവിടുന്ന് ചൈതന്യഘനമാണ്, അവിടുത്തെ മറയ്ക്കാൻ ആർക്കും സാധിക്കില്ല. ലോകങ്ങളുടെ സൃഷ്ടി സംഹാരങ്ങൾക്ക് കാരണം അവിടുന്നാണ്. അവിടുന്ന് ബ്രഹ്മാദികളുടെയും ഈശ്വരനാണ്. അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ചൈതന്യത്തെ വ്യാപരിപ്പിക്കുന്ന പരമാത്മാവ് അവിടുന്ന് തന്നെയാണ്. ആ ബ്രഹ്മം അവിടുന്ന് തന്നെയാണ്. ഭഗവാനെ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹ ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ. ആ ജ്വരത്തിൻ്റെ സ്തുതി തുടരുകയാണ്. കാലഹ ഗുണങ്ങളുടെ ക്ഷോഭത്തിന് കാരണമായ തത്വം, ദൈവം ജ്യോതിശാസ്ത്രസിദ്ധമായ ഗ്രഹാദി, കർമ്മം പ്രാണികൾ ചെയ്യുന്ന ശുഭാശുഭക്രിയകളിൽ നിന്ന് ജനിക്കുന്നത്, അദൃഷ്ടം എന്ന് വ്യവഹരിക്കുന്ന പുണ്യപാപാത്മകമായിരിക്കുന്ന വസ്തു, ജീവ പുണ്യപാപഫലത്തിൻ്റെ ഭോക്താവ്, സ്വഭാവം ഓരോരോ പദാർത്ഥങ്ങളായി പരിണമിക്കാൻ അതാത് വസ്തുക്കളിലിരിക്കുന്ന സംസ്കാരവിശേഷം, ദ്രവ്യം ശബ്ദാദികളാകുന്ന ഭൂതസൂക്ഷ്മങ്ങൾ, ക്ഷേത്രം മഹത്തത്വാദികളുടെ ഉൽപ്പത്തി സ്ഥാനമായ പ്രകൃതി, പ്രാണഹ 5 തരത്തിലുള്ള വ്യാപാരങ്ങളെ നടത്തുന്ന
പ്രാണൻ, ആത്മാ അഹങ്കാരം, വികാരം പഞ്ചമഹാഭൂതങ്ങളും 11 ഇന്ദ്രിയങ്ങളും ചേർന്നത്, തൽസംഘാത അതിൻ്റെ സമൂഹമായ ദേഹം, ബീജരോഹ പ്രവാഹ വിത്തിൽ നിന്ന് മുളയും മുളയിൽ നിന്ന് വിത്തും എന്ന രീതിയിലുള്ള പാരമ്പര്യം, ഇത് ത്വന്മായ അവിടുത്തെ മായയാണ് എന്ന് പറയുന്നു. തന്നിഷേധം അതിൻ്റെ നിഷേധ സ്വരൂപമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ ആശ്രയിക്കുന്നു. അങ്ങ് മായ അങ്ങയുടെ ശക്തിയാണ്, എന്നാൽ അങ്ങ് മായാതീതനാണ് എന്ന് പറയുന്നു. ഗുണവിശിഷ്ടമായിരിക്കുന്ന വസ്തുവിനെ അപേക്ഷിച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രഭുത്വമുള്ളൂ. അവിടുത്തെക്കുറിച്ച് ആർക്കും പ്രഭുത്വം ഇരിക്കില്ല. അവിടുത്തേക്കാൾ വലുതായിട്ട് ആരുമില്ല. ഭഗവാനെ അവിടുന്നാണ് എല്ലാവർക്കും പ്രഭു. അപ്പോൾ അവിടുത്തെ സ്വരൂപം ജ്ഞാനം മാത്രമാണ് എന്ന് പറയുകയാണ്. ഗുണസാമ്യത്തെ ഇളക്കി തീർക്കുന്ന കാലതത്വവും അതിന് കാരണമായ സൃഷ്ടികർമ്മഫലത്തെ അനുഭവിക്കാനൊരുങ്ങുന്ന അദൃഷ്ടവും അതിൻ്റെ സംസ്കാര രൂപമായ സ്വഭാവവും ആ ശുഭാശുഭകർമ്മത്തെ അനുഭവിക്കുന്ന ജീവനും ശബ്ദാദികളാകുന്ന ഭൂതസൂക്ഷ്മങ്ങളും ആകാശം, അഗ്നി, വായു, ജലം തുടങ്ങിയ ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരവും സർവശരീരവർത്തിയായി സൂത്രരൂപമായിരിക്കുന്ന സമഷ്ടിപ്രാണനും ഈ ശരീരത്തെ ഞാനെന്നഭിമാനിക്കുന്ന അഹങ്കാരവും ഭൂതവികാരങ്ങളാകുന്ന 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും അങ്ങനെ 16 തത്വങ്ങളുടെ സംഘാതമായിരിക്കുന്ന സൂക്ഷ്മദേഹവും വിത്തിൽ നിന്ന് മരം, മരത്തിൽ നിന്ന് വിത്ത് എന്ന രീതിയിൽ സൂക്ഷ്മദേഹത്തിൽ നിന്ന് കർമ്മം, കർമ്മത്തിൽ നിന്ന് സൂക്ഷ്മദേഹം എന്നിങ്ങനെ ആ പരമ്പരാരൂപമായിരിക്കുന്ന അവിടുത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഈ മായാപ്രവാഹം ആരാണ് ചെയ്യുന്നത്? അത് അവിടുന്നാണ്. പക്ഷേ അവിടുന്ന് ഈ മായയിൽ നിന്ന് ആ വിഭിന്നനാണ്, മായാതീതനാണ്. അങ്ങനെയുള്ള അവിടുത്തെ അടിയനിത നമസ്കരിക്കുന്നു. നാനാഭാവൈർലീലയൈവോപപന്നൈർദേവാൻ സാധൂൻ ലോകസേതുൻ ബിഭർഷി ഹംസിന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേ ലീലയാ ഏവ വെറും ലീലയായിട്ട് അനായാസം ഉപപന്നൈ സ്വീകരിക്കപ്പെട്ട നാനാഭാവൈ പല ഭാവങ്ങൾ കൊണ്ട് ദേവാൻ ദേവന്മാരെ, സാധുൻ സജ്ജനങ്ങളെ, ലോകസേതുൻ ലോകത്തിൻ്റെ മര്യാദകളെ അവിടുന്ന് ത്വം ബിഭർഷി അങ്ങ് ഭരിക്കുന്നു. ഹിംസയാ ഹിംസ കൊണ്ട് വർത്തമാനാൻ ഉന്മാർഗാൻ ജീവിക്കുന്ന ദുഷ്ടന്മാരെ ഹംസി അവിടുന്ന് ഹനിക്കുന്നു. അങ്ങയുടെ ഏതത് ജന്മ ഈ ജന്മം ഭൂമേ ഭാരഹാരായ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ടാണ് എന്ന് അടിയനറിയണു. ദേവകിയുടെ പുത്രനായ എനിക്ക് മായാതീതത്വം എങ്ങനെയാണ് എന്നുള്ള ശങ്ക, അത് കാരണം അവിടുന്ന് ഇതൊക്കെ വെറും ലീലയായിട്ട് ചെയ്യാണ്. ഒരു പ്രയാസവുമില്ലാതെ മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും ഒക്കെ അവിടുന്ന് അവതരിച്ചത് ദേവന്മാരെയും സജ്ജനങ്ങളെയും വർണ്ണാശ്രമാദി ലോകമര്യാദകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രാണിഹിംസ ചെയ്യുന്ന ദുഷ്ടന്മാരെ അവിടുന്ന് അതേപോലെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതും അവിടുത്തെ കാരുണ്യമാണെന്നാണ്. അപ്പം ഈ അവതാരം, ഈ ശ്രീകൃഷ്ണാവതാരവും ഭൂഭാരനാശത്തിനാണ് അവിടുന്ന് സ്വേച്ഛയാ സ്വീകരിച്ചത്. അല്ലാതെ സത്യത്തിൽ അങ്ങ് ദേവകിയുടെ പുത്രനോ വസുദേവപുത്രനോ ഒന്നുമല്ല. അങ്ങ് അച്ഛനല്ല, അമ്മയല്ല, ഭർത്താവല്ല. ശരീരബന്ധം തന്നെ ഭഗവാനില്ല. ഭഗവാൻ ബന്ധനാതീതനാണ്, ബന്ധങ്ങൾക്കും അതീതനാണ്. എന്നിട്ട് പറയാണ്, തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണ തുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ പറഞ്ഞു. ഇവിടെ അങ്ങയുടെ തേജസ്സിൽ സൃഷ്ടവും സഹിക്കാൻ കഴിയാത്തതും അതികഠിനവും ശാന്തമായും ഉഗ്രവുമായും, ശാന്തോഗ്രേണ ജ്വരേണ ആ ജ്വരത്താൽ അഹം തപ്ത ഞാൻ തപിക്കപ്പെട്ടു കഴിഞ്ഞു. ആശാനുബദ്ധ ആശയാൽ ബന്ധിക്കപ്പെട്ടവനായി അങ്ങയുടെ അംഘ്രിമൂലത്തെ പാദയുഗ്മത്തെ ആ ചരണപങ്കജങ്ങളെ യാവൽ നോ സേവേരൻ ഏതുവരെ സേവിക്കുന്നില്ലയോ ദേഹിനാം താവൽ താപ
അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കുന്നത് വരെ മാത്രമേ ജീവന് താപമുണ്ടാവുള്ളൂ, ദുഃഖം ഉണ്ടാവുള്ളൂ. അവിടുത്തെ പരമാർത്ഥ തത്വം അറിയാതെ എതിർക്കാൻ വന്നു ഞാൻ. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതുകൊണ്ട് വലിയ സങ്കടം ഞാൻ അനുഭവിച്ചു. അങ്ങയുടെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട അസഹ്യമായ, അത്യുഗ്രമായ, അതിശാന്തമായ ശീതജ്വരം കൊണ്ട് ഞാനിതാ കഷ്ടപ്പെട്ടു. അങ്ങയോട് എതിർക്കാൻ പുറപ്പെട്ട ഞാൻ സത്യത്തിൽ ഇത് അനുഭവിക്കേണ്ടവൻ തന്നെയാണ്. കാരണം ആശാനുബദ്ധരായിട്ട് ജീവിതത്തിൽ ഏത് കാലം വരെ ഒരാൾ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നുവോ അവർക്ക് അതുവരെ ദുഃഖം ഉണ്ടാവും. പക്ഷേ അവിടുത്തെ ആശ്രയിച്ചാൽ അവർക്ക് ദുഃഖാനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ഈ ദുഃഖത്തെ, ഈ താപത്തെ തീർത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കാക്കൽ വീണ് അവിടെ നമസ്കരിക്കുന്നു. ഇവിടെ ആ ശൈവജ്വരത്തിൻ്റെ വളരെ വിശേഷമായിട്ടുള്ള സ്തുതി 4 ശ്ലോകങ്ങളെ കൊണ്ടാണെങ്കിലും 4 വേദങ്ങൾക്ക് തുല്യമായ അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് അവിടെ ചെയ്തത്. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ത്രിശിരസ്തേ പ്രപന്നോസ്മി വ്യേതുതേ മജ്വരാത് ഭയം യോ നൗ സ്മരതി സംവാദം തസ്യത്വന്ന ഭവേത് ഭയം. ത്രിശിരസേ തേ പ്രസന്ന അസ്മി, നിന്റെ നേരെ ഞാൻ ദാ പ്രസന്നനായി കഴിഞ്ഞു. മജ്വരാൽ, എൻ്റെ ജ്വരത്തിൽ നിന്ന് നിനക്കുള്ള ഭയം വ്യേതു, അത് ഇല്ലാതെയാവട്ടെ. ആരാണോ നൗ, നമ്മുടെ ഈ 2 പേരുടെ സംവാദത്തെ സ്മരിക്കുന്നത്, അവർക്ക് ത്വത് ഭയം ന ഭവേൽ, നിന്നിൽ നിന്ന് പേടി ഉണ്ടാവരുത്. നീ അവരെയും ഉപദ്രവിക്കരുത്. നിന്നെ ഞാനിപ്പോൾ ഉപദ്രവിക്കാതെ വിട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത് പരിപാലിക്കണം. നമ്മളുടെ ഈ സംവാദത്തെ, ഈ സംഭാഷണത്തെ ആരാണോ സ്മരിക്കുന്നത് അവനും നിന്നിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവരുത്, അവനെ ഉപദ്രവിക്കരുത്. ഇത്യുക്തോച്യുതമാനമ്യ ഗതോ മാഹേശ്വരോ ജ്വര ബാണസ്തുരഥമാരൂഢ പ്രാഗാൽ യോത്സ്യൻ ജനാർദ്ദനം. ഇങ്ങനെ പറയപ്പെട്ട ആ മാഹേശ്വര ജ്വരം, മഹേശ്വരനുമായി ബന്ധപ്പെട്ട ജ്വരം അച്യുതം ആനമ്യ, അച്യുതനെ ശ്രീകൃഷ്ണനെ നമസ്കരിച്ചിട്ട് അവിടുന്ന് യാത്രയായി. ബാണനോ തൻ്റെ തേരിൽ കയറി ജനാർദ്ദനം, ആ ശ്രീകൃഷ്ണനോട് യോത്സ്യൻ യുദ്ധം ചെയ്യാനായിട്ട് പ്രാഗാത് വീണ്ടും തിരിച്ചു വന്നു. നേരത്തെ ഓടിപ്പോയി, ഇപ്പതാ ആ ബാണൻ തിരിച്ചു വന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളിപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ആ യുദ്ധവും ആ യുദ്ധത്തിൻ്റെ പരിണാമവും നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പൊ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.